നമസ്കാരം. ഹാച്ച്ബാക്ക് വാഹനങ്ങൾക്ക് 2025 സെപ്റ്റംബർ 22 പ്രാബല്യത്തിൽ വന്ന പുതിയ GST പ്രകാരം മികച്ച ബെനിഫിറ്റാണ് കിട്ടിയത്. GSTയുടെ ആനുകൂല്യം തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിന് ഒരു വലിയ അനുഗ്രഹമാണ്. 2025 സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച്ബാക്ക് വാഹനങ്ങളെയാണ് ഇന്ന് നമ്മൾ 1 മുതൽ 10 വരെ റാങ്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് എൻട്രി ലെവൽ കാറുകൾ ഉൾപ്പെടുന്ന ഒരു സെഗ്മെൻറ്റാണ്. സാധാരണക്കാരായ ആളുകൾക്ക് ബൈക്കിൽ നിന്ന് ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്ക് കാറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങളാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഹാച്ച്ബാക്ക് വാഹനങ്ങളുണ്ട്, അതുമാത്രമല്ല പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനങ്ങളുണ്ട്, എൻട്രി ലെവൽ കാറുകളുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 2025 സെപ്റ്റംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച്ബാക്ക് വാഹനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ 3 വാഹനങ്ങൾ മാത്രമാണ് 10,000-ന് മുകളിൽ വിറ്റിട്ടുള്ളൂ. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ ഇപ്പോൾ ഇത്തരത്തിൽ GSTയുടെ ബെനിഫിറ്റൊക്കെ വന്ന് വില കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ ചാടിക്കേറി ഇത്തരം വാഹനങ്ങൾ വാങ്ങും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ വളരെ ജുഡീഷ്യസ് ആയിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 സെപ്റ്റംബർ മാസം 10ാം സ്ഥാനത്ത് വന്നിട്ടുള്ളൊരു വാഹനം വിൽപ്പനയുടെ കാര്യത്തിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ എസ്പ്രസോയാണ്. 1774 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസത്തിൽ ഈ ഒരു പർട്ടിക്കുലർ വേരിയൻറ്റ് വിറ്റത്, അല്ലെങ്കിൽ ഒരു മോഡൽ വിറ്റത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് എസ്പ്രസോയ്ക്കാണ്. ഈ GSTയുടെ ബെനിഫിറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വാഹനം CNGയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. 1998 കേട്ടൻ C എന്ന് പറയുന്ന എഞ്ചിനാണ്. AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. AMT ഒക്കെ വളരെ ലാഗായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വാഹനം മികച്ചൊരു വാഹനം തന്നെയാണ്. നല്ല സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 9ാമത്തെ സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ ബലീനോയുടെ റീബാഡ്ജ്ഡ് വേർഷനായിട്ടുള്ള ടൊയോട്ട ഗ്ലാൻസ. 3299 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസം ഗ്ലാൻസ മൊത്തത്തിൽ വിറ്റത്. ഗ്ലാൻസ CNGയിൽ അവൈലബിൾ ആണ്, അതുമാത്രമല്ല പെട്രോളിലും അവൈലബിൾ ആണ്. പലരും വിചാരിക്കുന്നത് ഇത് ടൊയോട്ടയുടെ എഞ്ചിനുമായിട്ട് വരുന്നൊരു വാഹനമാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, ഇത് കറക്റ്റായിട്ട് ബലീനോ തന്നെയാണ്. ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് ഇതിൽ വരുത്തിയിട്ടുള്ളൂ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1.2 അല്ലെങ്കിൽ K12N എന്ന് പറയുന്ന മാരുതിയുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഏറ്റവും മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനുകളിൽ ഒന്ന് ഈ ഒരു വാഹനത്തിലുണ്ട്. 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി 8ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് പ്രീമിയം ഹാച്ച്ബാക്ക് എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനെ കൃത്യമായിട്ട് അർത്ഥവത്താക്കുന്ന ഒരു വാഹനമാണ്. i20 ആണ്, ഹ്യുണ്ടായി i20. 3884 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസം ഈ ഒരു പർട്ടിക്കുലർ മോഡൽ വിറ്റത്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള N-Line എന്ന് പറയുന്നൊരു വേർഷനും ഉണ്ട്. ഇപ്പോൾ നൈറ്റ് എഡിഷൻ എന്ന് പറയുന്നൊരു വേർഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊരു ഡാർക്ക് എഡിഷനാണ്. പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്, അതുമാത്രമല്ല ടർബോ പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി 7ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എല്ലാ അവതാരത്തിലും വരാൻ സാധ്യതയുള്ളൊരു വാഹനമാണ്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. പക്ഷേ അത് 2026 എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ടാറ്റയുടെ ആൾട്രോസ് ആണ് 7ാം സ്ഥാനത്ത്. 4168 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. ഡീസൽ അവൈലബിൾ ആണ്. എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനങ്ങളിൽ ഡീസൽ എഞ്ചിനുമായിട്ട് വരുന്ന ഒരേ ഒരു വാഹനം ടാറ്റയുടെ ആൾട്രോസ് ആണ്. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിലും അവൈലബിൾ ആണ്. ഇനി 6ാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ഹ്യുണ്ടായുടെ i10 ആണ്. വലിയ കോസ്മെറ്റിക് അപ്ഡേഷനൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു വാഹനം നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. പെട്രോളിലും CNGയിലും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു വാഹനം 4238 യൂണിറ്റുകൾ ടോട്ടൽ 2025 സെപ്റ്റംബർ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ 5ാം സ്ഥാനത്ത് എല്ലാവരുടെയും മനം കവർന്നൊരു വാഹനമാണ് ഓൾട്ടോ K10 ആണ്. CNGയിലും അവൈലബിൾ ആണ്, AMTയിൽ അവൈലബിൾ ആണ്, പെട്രോളിലും അവൈലബിൾ ആണ്. 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിനുണ്ട്. എസ്പ്രസോയ്ക്കൊക്കെ 6 എയർ ബാഗ് ഇല്ല, 2 എയർ ബാഗ് മാത്രമാണുള്ളത്. എസ്പ്രസോയൊക്കെ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് കാറ്റഗറിയിൽ പെട്ട് നിൽക്കുകയാണ്. 2025 സെപ്റ്റംബർ മാസം ഓൾട്ടോ K10 5434 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനി 4ാം സ്ഥാനത്ത് ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു വാഹനം പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. CNG വിത്ത് AMT ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അത്യാവശ്യം നല്ല മൈലേജൊക്കെ ഈ ഒരു CNG വാഹനം നൽകുന്നുണ്ട്. അത് മാത്രമല്ല AMT വന്നതോടുകൂടി വലിയ ലാഗൊന്നുമില്ലാത്ത രീതിയിൽ
ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, അത് കൂടാണ്ട് തന്നെ നല്ല ഒരു മൈലേജും ലഭിക്കുന്ന ഒരു ഓപ്ഷൻ ജനങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ടിയാഗോ 2025 സെപ്റ്റംബർ മാസം 8322 യൂണിറ്റുകൾ ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷനും നല്ല പ്രതികരണമാണ് മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം തന്നെയാണ്. ഇത് ബലീനോയാണ്. ബലീനോ എന്ന് പറയുന്ന വാഹനം റീബാഡ്ജ് ചെയ്താണ് ടൊയോട്ട ഗ്ലാൻസയായിട്ട് വിൽക്കുന്നത്. ഈ സെയിം വാഹനത്തിന് മാരുതി വിറ്റപ്പോഴത്തേക്കും 13,173 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളൊന്ന് നോക്കൂ, സെയിം വാഹനം രണ്ട് ഡിഫറൻറ്റ് മാനുഫാക്ചേഴ്സ് വിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതികരണം ഡിഫറൻ്റ് ആയിരിക്കും. 2025 സെപ്റ്റംബർ മാസം 13,173 യൂണിറ്റുകൾ ടോട്ടൽ ബലീനോ വിൽക്കാൻ കഴിഞ്ഞു. ഇതിൽ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ K12N എന്ന് പറയുന്ന എഞ്ചിനാണ് ഇരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. രണ്ടാം സ്ഥാനത്ത് ഒരുപാട് വർഷമായിട്ട് 30ഓളം വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വാഹനമാണ് വാഗണാർ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ്. 15,388 യൂണിറ്റുകളാണ് 2025 സെപ്റ്റംബർ മാസം മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1 ലിറ്ററിലും 1.2ലും അവൈലബിൾ ആണ്. ഈ 1.2 എന്ന് പറയുന്നത് K12N എന്ന് പറയുന്ന എഞ്ചിനാണ്, 4 സിലിണ്ടറാണ്. 1 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. ഈ ഒരു രണ്ട് കാറ്റഗറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് എഞ്ചിനിലും നമുക്ക് AMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. പക്ഷേ AMT കുറച്ചും കൂടെ സ്യൂട്ട് ആകുന്നത് 1.2 എഞ്ചിനുമായിട്ടാണ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഒന്നാം സ്ഥാനത്തേക്ക് പ്രീമിയം എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈൻ എടുത്ത് കളയപ്പെട്ട ഒരു വാഹനമാണ്, സ്വിഫ്റ്റാണ്. സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനുമായിട്ട് വരുന്ന ഈ ഒരു വാഹനം പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. 2025 സെപ്റ്റംബർ മാസത്തിൽ 15,547 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു. വാഗണാർ ആണെന്നുണ്ടെങ്കിൽ 15,388 യൂണിറ്റുകളാണ് ടോട്ടൽ വിറ്റത്. അപ്പോൾ വാഗണാറും സ്വിഫ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 200 യൂണിറ്റിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.